ഇതെന്ത് മാജിക്കാണ്! ഇടയ്ക്കിടയ്ക്ക് ആഭരണം മാറ്റണമെന്ന് തോന്നുക, ആ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവുക. അവിടെ ഒരു ആയുഷുവിൻ്റെ കയ്യുമ്മൽ ഇന്ന വള കണ്ടിരുന്നു, ആ വള എനിക്കും വേണമെന്ന് തോന്നുക. ഇവിടെ ഒരു മാല കണ്ടിരുന്നു, അത് എനിക്കും വേണമെന്ന് തോന്നുക. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ചാൽ, പഴയ കുമ്മത്തും കൊടലാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടലാണ് ഇപ്പോൾ ഫാഷൻ. 10-30-40 കൊല്ലം മുമ്പുള്ള സാധനം കുമ്മത്ത് കൊടലാരെന്നൊക്കെ പറഞ്ഞാൽ കാസർഗോട്ട് ഇട്ടിൻ്റെ സാധനമാണ്. അപ്പം അതൊക്കെയാണ് പലരും ഇട്ട് നടക്കുന്നത്. പണ്ടത്തൊക്കെ തിരിച്ചു വരും. അപ്പോൾ പാൻ്റെ പഴയ വട്ടത്തിൽ പോലും തുടങ്ങിയിട്ടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ വെക്കലാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ മാറ്റലുകൾ, അതേമാതിരി തന്നെ വസ്ത്രങ്ങൾ ധാരാളമായി എടുക്കലുകൾ, പിന്നെ ഷോപ്പിംഗ്, പുറത്തു പോകാതിരിക്കുക ഏറ്റവും നല്ലത്. കച്ചവടക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒരു ഷോപ്പിങ്ങിന് 10,000 രൂപ പൊടിച്ചിട്ട് നമ്മളുണ്ട് പോരുള്ളൂ. ഇതെവിടുന്ന ഈ പൈസ കിട്ടുന്നുണ്ടോ? പിന്നെ ആണുങ്ങളോട് എനിക്കൊരു വാക്ക്, നാടൻ വർത്താനാണ് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾ എത്ര ബജറ്റിലാണ് പോകുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ പറയണം. പണ്ടത്തെ കാലത്ത് ആൾ പറയാറുണ്ട്, ശമ്പളം എത്രയെന്നും പറയരുത്, വയസ്സ് എത്രയെന്ന് പെണ്ണുങ്ങളും പറയില്ല, ശമ്പളം എത്രയെന്ന് ആണുങ്ങളും പറയില്ല എന്നാണ്. നമ്മൾ ഈ ജാട പിടിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. മോളെ, എനിക്ക് മാസത്തിൽ ഇത്ര വരുമാനമേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര ചെലവിൽ നീ കഴിയണം, അതിൽ ഇത്ര ബാക്കി വെച്ചാൽ നല്ലത് എന്ന്. ഞാൻ കുറച്ചും കൂടി അപ്പുറത്ത് കോട്ടയത്തേരെ പറഞ്ഞതുപോലെ, ഭാവിയിൽ ഈ സാധു 20 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ 50 ലക്ഷം രൂപയെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നൊരവസ്ഥ വേണം. അല്ലാതെ പോരാൻ നേരത്ത് 28 കൊല്ലം കഴിഞ്ഞിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരാൻ നിൽക്കാൻ, വീട്ടിലേക്ക് ഒരു ഫോൺ വിളി, വയ്യ മളെ, എനിക്ക് ഊരവേദന തുടങ്ങി, കാൽമുട്ട് വേദനയോട് നിൽക്കാൻ വയ്യ, ഞാൻ ക്യാൻസലാക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് വരണ്? ഇവിടെ 15 ലക്ഷം രൂപ കടാണ്, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ആ സാധുവിന്റെ ഊരവേദനയും കാലുവേദനയും ഒന്നും ഒരു കാരണമാക്കാതെ വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ധൈര്യമായിട്ട് വാ, ഞാനിവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന സസ്പെൻസാ നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതൊക്കെ ചെയ്തത് മൂപ്പരോട് പറയൊന്നും വേണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളായിരിക്കണം ബജറ്റിലൂടെ മുന്നോട്ട് പോകേണ്ടത്. അതിന് എക്സ്പെൻസിന്, ചെലവിനെ ചുരുക്കുക. കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോ, പക്ഷെ അതിന്റെ ഹെൽത്തിലേക്ക് ഞാൻ പോണില്ല. എന്നും നിങ്ങളിത് വാങ്ങിച്ചു കൊടുത്താൽ അധികകാലം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാണ്. കാരണം ചോക്ലേറ്റുകൾ ഏതുമാകട്ടെ, അതിൽ ഏറ്റവും മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഞ്ചസാരയും ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറെ മിക്സ്ഡ് പൗഡേഴ്സാണ്. ഇതൊക്കെ കുറെ കൂടുതൽ കാലങ്ങൾ കുട്ടികളെ കഴിച്ചാൽ, അടിക്കടി കഴിച്ചാൽ, ഇപ്പൊ ചെറിയ മക്കൾക്ക് വരെ കിഡ്നി രോഗമാണ്, ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോകണം. തിരുവനന്തപുരം മാർസിസിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ എന്റെ മുമ്പിലിരുന്ന കുട്ടികളെ എനിക്ക് ഓർമ്മയുണ്ട്, അവരുടെ ഉമ്മമാർ ഓർമ്മയുണ്ട്. CS സെന്ററിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ സമയത്ത് ഒരു വല്യമ്മ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കുട്ടി തളർന്നു കിടക്കുക, ക്യാൻസർ വന്നിട്ട്, ഇതൊന്നും മരിച്ചു കിട്ടാൻ ഉസ്താദേ നിങ്ങൾ ദ്വാരക്കോ എന്നതാണ്. ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പ്രയാസമേറുന്ന രീതിയിൽ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്ത്, എന്തൊക്കെയോ ജങ്ക് ഫുഡുകൾ കൊടുത്ത് നമ്മുടെ കുട്ടികളെ കൊലക്ക് കൊടുക്കല്ലേ. ആ കുട്ടികൾക്കറിയില്ല. രാവിലെ എഴുന്നേറ്റാൽ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആദ്യം കുട്ടികൾക്ക് വേണ്ടത് വെള്ളമാണ്. ഇതിൽ എത്ര പേരുണ്ട് സ്വന്തം മക്കൾക്ക് എഴുന്നേറ്റിട്ട് കൊണ്ട് വന്നിട്ട് മദ്രസയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുന്നവർ? കാരണം ഏകദേശം 7 മണിക്കൂർ 8 മണിക്കൂർ ഈ കുട്ടി കിടന്നുറങ്ങിയിട്ട് അവന്റെ കിഡ്നി ആവശ്യപ്പെടുന്നത് വെള്ളം വേണമെന്നാണ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ടൻ ചായയാണ്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുക എന്നത് ആ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമയാണ്. കുട്ടികൾക്ക് കിഡ്നി ഫെയിലർ ആകുന്നു, ക്യാൻസർ, ഏർലി ക്യാൻസർ എന്ന് പറയുന്ന സാധനം വരുന്നു. അതേപോലെ തന്നെ ക്യാൻസറിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ ബ്ലഡ് ക്യാൻസർ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്കാണ്. ഇതൊക്കെ നമ്മുടെ അശ്രദ്ധകളാണ്. അതിന് നമ്മുടെ ബജറ്റുമായി വലിയ ബന്ധമുണ്ട്. കാരണം കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചോക്ലേറ്റ് കൊടുക്കാവൂ, ആഴ്ചയിൽ ഒരു ദിവസമേ ഈ ഐസ്ക്രീം കൊടുക്കാവൂ, ഒരു ദിവസമേ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന മന്തിയും സാധനം കൊടുക്കാവുന്നതാണ് തീരുമാനിച്ചാൽ മതി. അല്ലാതെ എല്ലാ ദിവസത്തിലും ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്ന് കുട്ടികളെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതും കൊണ്ട് നമ്മൾ താങ്ങിപ്പോകേണ്ടി വരും. നമ്മുടെ ഒരു കുട്ടിക്ക് കിഡ്നി ഫെയിലിയർ ആയാൽ മതി, നമ്മുടെ എല്ലാ സന്തോഷവും അവിടെ നിൽക്കും. ബാക്കി എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുമ്പോ നമ്മുടെ ഒരു മോൻ മാത്രം കിഡ്നിയുടെ 10 ലക്ഷത്തോളം വരുന്ന അരിപ്പകൾ തകർന്നടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ജങ്ക് ഫുഡിന്റെയും നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യത്തിന്റെയും ഇപ്പതായി അടുത്തിടെയായി കുട്ടികൾക്ക് ഏറ്റവും ശക്തമായി വരുന്നത് കണ്ണിന്റെ ഐ ഡ്രൈനസ് എന്ന് പറയുന്ന സാധനമാണ്. എന്റെ ഒരു സുഹൃത്തുണ്ട്, M.Pharm കഴിഞ്ഞ് PhD കഴിഞ്ഞ ഒരു മെഡിക്കൽ കമ്പനിയിലാണ്. അതിലെ ഇൻഗ്രീഡിയൻസിന്റെ ഭാഗത്താണ്, മരുന്ന് മിക്സ് ചെയ്യുന്ന ഭാഗത്താണ്. അവൻ പറയാ, അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന മെഡിസിൻ ഐ ഡ്രൈനസിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ണ് ഉൾവലിഞ്ഞ് പോവുക, അഥവാ കണ്ണിന് ഡ്രൈ ആയി പോവുക, വെള്ളം വറ്റി പോവുക, കണ്ണ് ചലിപ്പിക്കാൻ പറ്റാതാകുക. എന്താ കാരണം? നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ, നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ടാബ് മണിക്കൂറുകളോളം ഇമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ് ഈ പാവം മക്കള്. ആ പാവം കുട്ടികൾക്കറിയില്ല. ഒന്നാമത് 1 മുതൽ 10 വയസ്സുള്ള കുട്ടികളുടെ കണ്ണ് ഇങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ. നൈസായ കവിളുകളാണ്, നൈസായ ഇടങ്ങളാണ്.
അതൊക്കെ വികൃതമാക്കപ്പെട്ട് കാഴ്ചകൾ നഷ്ടപ്പെട്ട് ഇന്നതാ ഈ സദസ്സിൽ 5-8 ആൾക്കാരെ കണ്ണട വെച്ചിരിക്കുന്നുണ്ടാവുള്ളൂ. അധികം താമസിയാതെ 15-20 കൊല്ലം കഴിയുമ്പോ നമ്മുടെ ഓരോ കുട്ടികളും 20-18 മുഴുവൻ സദസ്സും കണ്ണട വെക്കുന്ന കാര്യങ്ങൾ വരാൻ പോവാണ്. അതുകൊണ്ട് നമ്മുടെ ബജറ്റ് എന്ന് പറയുമ്പോൾ കേവലം സൂക്ഷ്മത മാത്രമല്ല, അത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന്റെ സൂക്ഷ്മതയാണ്, നമ്മുടെ ആരോഗ്യത്തിന്റെ സൂക്ഷ്മതയാണ്, നമ്മുടെ തന്നെ കുറെ ലോകത്തിന്റെ സൂക്ഷ്മതയാണ്. അങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ. നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്താ? എന്തിനതൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മൾ ഈ പൈസക്ക് ഉണ്ടായി നമ്മുടെ കുട്ടികൾക്കൊക്കെ അരിഷ്ടിച്ചു കൊടുത്ത് എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു. സമ്പന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം മദീനയുടെ ഒരു വലിയ ഭാഗം തന്നെ അവരുടെ കച്ചവട കേന്ദ്രമായിരുന്നു. പക്ഷേ ആ സമ്പത്ത് മുഴുവനും കൊടുത്തിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ദരിദ്രനെ പോലെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കാരണം ആ സമ്പത്തൊന്നും തന്നിലേക്കല്ല ഉപയോഗിച്ചത്, അത് സമൂഹത്തിലേക്കാണ് ഉപയോഗിച്ചത് എന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവർക്ക് ടാബ് മാറ്റി പിന്നെയും ടാബ് മാറ്റി പിന്നെയും ടാബ് മാറ്റി 6 വയസ്സാകുമ്പോഴേക്ക് 6 ടാബ് ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾ. അങ്ങനെ മാറ്റുന്നതിന് പകരം അതിൽ നിന്ന് ഒരു ടാബിന്റെ പൈസ ഒരു 5000 രൂപയുണ്ടല്ലോ, നമ്മൾ നമ്മുടെ മദ്രസക്ക് നമ്മുടെ പള്ളിക്ക് മറ്റുള്ള കാര്യത്തിന് കൊടുത്താൽ എന്നേക്കുമായി അത് അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ മഹല്ലിന്റെ തൊട്ടപ്പുറത്തെ മഹല്ല്, ആ മഹല്ലില് മാത്രം പൈസ എടുത്തിട്ട് കയറ്റുന്ന പള്ളിയാണ്. ഞാൻ അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു, ഞങ്ങളെടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ, ഞാൻ ആ ഭാഗത്ത് നിന്ന് വിവാഹം കഴിച്ചത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പിന്നെ എന്തെങ്കിലും നിങ്ങളൊന്ന് ഞങ്ങളടുത്ത് നിന്ന് സ്വീകരിക്കോ? ഇല്ല, വേറൊരു മഹല്ലേരടുത്ത് നിന്ന് സ്വീകരിക്കുന്നില്ല, ഞങ്ങളെ മഹല്ലേരനെ മൊത്തത്തിൽ എടുക്കുന്നത് 3.5 കോടി ബജറ്റിൽ നടക്കുന്ന പള്ളിയാണ്. ഞാൻ ചോദിച്ചു, ആരാപ്പതൊക്കെ എടുക്കാന്ന്? ഞങ്ങളുടെ പെണ്ണുങ്ങളുണ്ടല്ലോ അവിടെ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്താ കാര്യം എന്നറിയോ? അന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. നാളെ പള്ളി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവാൻ. എന്നാൽ വ്യാഴാഴ്ച ദിവസം എല്ലാ സ്ത്രീകൾക്കും വരാൻ അനുവാദം ഉണ്ടായിരുന്നു. എന്റെ വേണ്ടപ്പെട്ടവര് പറയാണ്, ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ ഓരോ തൂണും പിടിച്ച് കരയുന്നുണ്ട് ഓരോ സ്ത്രീകളും, ഓരോ കല്ലിന്റെ ഭാഗം പിടിച്ച് കരയുന്നുണ്ട് ഓരോ സ്ത്രീകളും. എന്തിനാണെന്നറിയോ? ഈ കല്ലായിരിക്കാം ഒരു പക്ഷേ എന്റെ കമ്മലയുടേത്, ഈ കല്ലായിരിക്കാം ഒരു പക്ഷേ എന്റെ തൂണിൻ്റെത്, ഈ തൂണ് നിൽക്കുന്നത് ഞാൻ കൊടുത്ത ചെയിൻ കൊണ്ടായിരിക്കാം. അങ്ങനെ തങ്ങളുടെ ആഭരണത്തിന്റെ കുറച്ച് അംശം മാത്രം കൊടുത്തിട്ടാണ് അത്രയും വലിയ സംഭവം ഉണ്ടായതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട് ഞാനൊരിക്കലും പിരിവിനെ കുറിച്ച് എന്റെ പ്രസംഗത്തിൽ പറയാറേയില്ല. പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഒരു സ്ഥാപനത്തിന് വേണ്ടി പറഞ്ഞുകൊള്ളട്ടെ, ഷാഹിദിനെ പോലെയുള്ള, അതേപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ പോലെയുള്ള ആളുകളെ വാർത്തെടുത്തൊരു ക്യാമ്പസ് എന്ന നിലക്ക് എന്നെന്നും നമ്മൾ മരിച്ചു മയ്യത്ത് നമ്മുടെ മണ്ണിനോടായി ചേരുമ്പോ ബാക്കി നിൽക്കാൻ ചിലതുണ്ടാകണം. ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞാൻ ഇത്ര ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് എന്ന് എന്റെ മക്കൾ പറയൂല, ഞാൻ ഇത്രയൊക്കെ ടാബ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആരും പറയൂല. പക്ഷേ ഇതിലൂടെ നമ്മുടെ മയ്യത്ത് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അന്ന് ഓരോ മണൽത്തരികൾ പോലും വിളിച്ചു പറയണം, ഇദ്ദേഹം ഒരു ദീനി സ്നേഹിയായിരുന്നു, ഇതിനു വേണ്ടി എല്ലാം ചെയ്തിരുന്നു, പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന, നമ്മളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകണമെന്നാണ്. അങ്ങനെ നമ്മുടെ മയ്യത്ത് പോകുമ്പോ സന്തോഷത്തോടെ കടന്നു പോകാനാണ്. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് കമ്മിറ്റിക്കാർക്ക് ചെയ്യാനല്ല, ഷാഹിദിനെ പോലുള്ള ആളുകൾക്ക് ചെയ്യാനല്ല. അവരൊക്കെ വലിയ ഉയരങ്ങളിൽ എത്തിയ ഉദ്യോഗസ്ഥന്മാരാണ്. എന്നാൽ അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. ഓഡിറ്റോറിയം പറയുമ്പോ, മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോ ഒരു വിമുഖതയും കൂടാതെ അത് നൽകാൻ നമുക്ക് പറ്റണമെന്നതാണ്. സ്ക്വയർ ഫീറ്റ് ആണ് പറയുന്നതെങ്കിൽ അത് പറയാൻ നമുക്ക് പറ്റണം. വേറെന്താണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ചെയ്യാൻ പറ്റണം. ബജറ്റ് അങ്ങനെ ചുരുക്കിയിട്ട് ഇതിലേക്ക് ഉണ്ടാകണമെന്നല്ല ഞാൻ പറയുന്നത്. ബജറ്റ് വളരെ ശ്രദ്ധിക്കണേ. മക്കളെ ധാരാളിയാക്കരുതേ. നമ്മുടെ കിനാബുകൾക്കനുസരിച്ച് നമ്മൾ ജീവിതം ഉണ്ടാക്കരുതേ. നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുക എന്നതാണ്, യാഥാർത്ഥ്യബോധത്തോടു കൂടി ജീവിക്കുക എന്നതാണ്. അതിന് കൃത്യമായിരിക്കണം നമ്മുടെ ബജറ്റിന്റെ പ്ലാനിങ്. പിന്നെ പ്ലാനിങ് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നുണ്ടോ, എക്സിക്യൂഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിപ്പോർട്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ബജറ്റിലുണ്ട്. നമ്മളിപ്പോ ഉദാഹരണത്തിന് മകനെ പഠിപ്പിക്കാൻ മെനക്കെട്ടു. ഞാൻ പറയാം, എന്റെ മൂത്ത മകനെ ഇന്നത് പഠിപ്പിക്കണമെന്ന് ഞാൻ പണ്ടേ ലക്ഷ്യം വെച്ചതാണ്. അവനിപ്പോ മാഷാ അല്ലാഹ് അത് പഠിച്ചുകൊണ്ടിരിക്കാൻ. അതിന് ഇത്ര പൈസ വേണമെന്ന് അന്നേ നമ്മൾ കണക്കൂട്ടിയതാണ്. ആ പൈസയാണ് നമ്മളിപ്പോ ചെലവായിക്കൊണ്ടേയിരിക്കുന്നത്. ഇതേപോലെ 10 വർഷത്തേക്ക് നമ്മുടെ മക്കളെ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. കടം വരാതെ, ഒരു നയാ പൈസ പോലും കടം വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. അങ്ങനെ അതിമനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ നമ്മൾ അഹങ്കാരത്തെയും നമ്മൾ വലിയ വലിയ കിനാബുകളെയും ഭയങ്കരമായ തനിയാവർത്തനങ്ങളെയും ഒഴിവാക്കി ജീവിതത്തെ സരളമാക്കുക, ജീവിതത്തെ സുന്ദരമാക്കുക, അതീവ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോവുക.